നാളെ വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള നിർദ്ദേശം വീണ്ടും ശക്തമായിട്ട് ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ തെറ്റാണ്. ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ അജണ്ട കേരളത്തിലെ ഗവർണർ നടപ്പാക്കരുത്. നടപ്പാക്കിയാൽ അതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും. പ്രതിപക്ഷം അതിശക്തിയായിട്ട് എതിർക്കും. ഇത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭജന ഭീതി പുതിയ സാധനമാണ് ഇറങ്ങിയിരിക്കുകയാണ്. ആളുകളെ ഭിന്നിപ്പിക്കാൻ ഒന്നും കിട്ടാതിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം BJP നടത്തി. അതിപ്പോൾ എക്സ്പോസ്ഡായി. എന്താണ് അവർക്ക് പറ്റിയതെന്ന് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത പണിയായിട്ട് ഇറങ്ങിയേക്കുവാണ് വിഭജന ഭീതി. ഇതാണ് സ്വാതന്ത്ര്യ സമര ആഘോഷങ്ങളുടെ നിറം കെടുത്തുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്. ദേശവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞങ്ങളതിനെ ശക്തിയായി എതിർക്കും. മുഖ്യമന്ത്രി അതിൽ പ്രതിഷേധമൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പ്രതിഷേധവും കേരളത്തിൻ്റെ ജനങ്ങളുടെ പ്രതിഷേധവും ഗവർണറെ നേരിട്ട് കണ്ട് അറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ആ കുടുംബത്തിലടക്കം 2 ബൂത്തുകളിൽ വോട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതിന്റെ രേഖകളൊക്കെ അവർ പുറത്തുവിടുന്നു. അല്ലല്ല, 2 വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടതാണ് സാധാരണയായിട്ട്. അതൊക്കെ ഇതൊന്നും ഡിഫൻസ് അല്ലല്ലോ ഇതൊന്നും. ഇത് വ്യാപകമായി ഇത് ചെയ്തിരിക്കുകയല്ലേ. ഇത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയല്ലേ. ഒരാൾ പുതിയ സ്ഥലത്ത് വോട്ട് കിടക്കുമ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ആ വോട്ട് കിടക്കാൻ പാടില്ല നിയമപരമായിട്ട്. മനസ്സിലായില്ലേ? അതൊന്നും ആരും ഇപ്പോൾ രമേശ് ചെന്നിത്തല ജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് വോട്ട് ചേർത്തൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും പോയി അവിടെ വോട്ട് ചേർത്തിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും എല്ലാവരും കൂടി അവിടെ പോയി വോട്ട് ചേർത്തിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അവർ ആരും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ. അതുപോലെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഈ വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു 2.5 കോടിയിലേറെ രൂപയുടെ ക്രമക്കേടാണ് ഇപ്പോൾ ഓംബുഡ്സ്മാൻ കണ്ടെത്തിയിട്ടുള്ളത്. അത് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വ്യാപകമായി ക്രമക്കേടുകളും തട്ടിപ്പുകളും വരുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അല്ല, അത് ഉദ്യോഗസ്ഥ തലത്തിൽ സംവിധാനം നടക്കുന്ന ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി. ഭരണസമിതി അംഗങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്ത് പങ്കാണുള്ളത്? അതിൻ്റെ സാമ്പത്തിക ഇടപാടിൽ ഒരു പങ്കുമില്ല. അത് നിങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ സംവിധാനത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്കറിയാം. തൊഴിലുറപ്പ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സെറ്റപ്പാണ്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു സംവിധാനമാണ്. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന സംവിധാനമാണ്. ഭരണസമിതി അംഗങ്ങൾക്ക് അതിൽ യാതൊരു റോളുമില്ല, ഒരു തരത്തിലുള്ള റോളുമില്ല.